നമുക്ക് കരളുപിടയുന്ന മറ്റൊരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഒരു കുഞ്ഞിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. തിരൂരിൽ തമിഴ്നാട് സ്വദേശിയ യുവതിയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 11 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഓടയിൽ നിന്നാണ് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ലഭിച്ചതെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എസ്കെൻ, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. മലപ്പുറം തിരൂരിലാണ് ഈ 11 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഈ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഓടയിൽ നിന്ന് കണ്ടെടുത്ത കുട്ടിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. 11 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് ഇത്തരത്തിൽ ഈ മാതാവും അതുപോലെ തന്നെ ഈ കാമുകന്റെ പിതാവും വിവരം പോലീസ് പറയുന്നത് വിശദാംശങ്ങളുമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായ തിരൂരിൽ താമസം നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ മാതാവ് ശ്രീപ്രിയയുടെ ഭർത്താവ് ഇവരെ തേടി ഇവിടെ എത്തുന്നു. ആ സമയത്ത് ഇവർ എത്തുന്ന സമയത്ത് ശ്രീപ്രിയയോട് ഈ 11 മാസം പ്രായമുള്ള കുഞ്ഞ് എവിടെ എന്ന് ഈ പിതാവ് ചോദിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും ഇവർ ഈ കൃത്യമായ ഒരു വിവരം നൽകാതെ ആ സമയത്ത് വിവരം നൽകിയിരുന്നില്ല. ഇതിൽ സംശയം തോന്നിയ ഭർത്താവ് തന്നെയാണ് ഈ പോലീസിന് വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. കുട്ടിയുടെ മാതാവിന്റെ ഒപ്പമുണ്ടായിരുന്ന കാമുകനും പിതാവും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു മൊഴി. ഇത് എവിടെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം എന്നത് സംബന്ധിച്ച് പോലീസ് അതിനുശേഷം അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആ സമയത്തെല്ലാം ഇവർ വ്യത്യസ്തമായ മൊഴികളായിരുന്നു നൽകിയത്. ആ മൊഴിയിൽ പോലീസ് ഉറച്ചു നിന്നിരുന്നില്ല. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന സൂചന ഈ മാതാവിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് സംഘം ഇവരുമായി ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പോലീസ് ഇവിടെ എത്തുകയും തുടർന്ന് ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഓടയിലാണ് പോലീസ് പരിശോധന നടത്തിയത്. ആ ഓടയിൽ നിന്നാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇതിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇത് എത്ര നാളത്തെ പഴക്കമുണ്ട് എന്നതെല്ലാം സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരപ്രകാരം ഇവർ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇവിടെ എത്തുകയും ബാഗിനകത്ത് മൃതദേഹവുമായി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ എത്തുകയും അതിനുശേഷം ഈ ഓടയിലേക്ക് തള്ളുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വൈകുന്നേരത്തോടു കൂടി മാതാവിനെ പോലീസ് എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആംബുലൻസിനകത്തേക്ക് പോലീസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.